ഈ ഗെയിമും തങ്ങൾ ജയിച്ചു. ഇനി ഫൈനൽ ഗെയിം. അവര് പോയി കളിക്കൂ. വലിയ ചാമ്പ്യൻ. ഒന്ന് ചുമ്മാതിരി. ചുമ്മാ വാച അടിക്കണ്ട. പോണം, പോയി കളിക്കണം. പോ. ജയ ആർക്ക് വേണ്ടി കളിക്കുന്നത്? അവർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ജയ എന്ന് പറഞ്ഞ ബാഡ്മിന്റന്റെ കാലനല്ലേ? പക്ഷേ തൽക്കാലം ഞങ്ങളുടെ കാലിലാണെന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ തന്നെ കളിച്ചോ. വലിയ കളിക്കാർ ഇറങ്ങിയിരിക്കുന്നു. ജയേ, ജയേ, ജയ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? ജമീന്ദാരുടെ മകളല്ലേ? വരൂ. ഇറങ്ങി പോവാ വെളിയില്. സാർ, ഞാൻ ഒന്നും കേൾക്കണ്ട. ഇറങ്ങി പോവാനവർ. ഏതു ജഗതി? നീ ഇവിടെ എന്തുണ്ട്? ഒന്നുമില്ല. എന്താ സാറിന്റെ പരിചയക്കാരാണ്? ഇവിടെ എന്തുണ്ടായിരുന്നു ചോദിച്ചു. എന്താ ലാഡ്ജിൽ കുറച്ച് വാടകയെ കുടിച്ചേ വരാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞതാ. എല്ലാം ചേർത്ത് എത്ര രൂപയുണ്ട്? 2 മാസം വാടകയും മെസ്സും ചേർത്ത് 710 രൂപ. ശരിയാണോടാ? ശരിയാണ്. ഒരുപാട് തീർന്നില്ല. ഓ, പടം എത്ര നാളായി? നീ എവിടെയായിരുന്നു ഇതുവരെ? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇവിടെ ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും പോയി. അവസാനം ഇവിടെ വന്നു ചേർന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കഴിയാൻ പാടില്ലായിരുന്നു. അല്ല, നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഇവിടെ നീ എനിക്ക് ബുദ്ധിമുട്ടാവോ? അതിരിക്കട്ടെ, നീ എന്താ പഠിച്ചു നിർത്തിക്കളഞ്ഞു? പണമില്ലായിരുന്നു. അച്ഛനും അമ്മയും പണ്ടേ മരിച്ചതല്ലേ. പിന്നെ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അമ്മാവനും ബുദ്ധിമുട്ടായി. അതോടെ എന്റെ പഠിത്തം തീർന്നു. ആ ശരി, ഇപ്പോഴെങ്കിലും നീ എന്റെ മുമ്പിലൊന്നും എത്തിയല്ലോ. ഓ, എങ്ങോട്ട്? അല്ല, എങ്ങോട്ടെങ്ങനെയായിട്ട് ഞാനും വിളിക്കുന്നേ. നീ വണ്ടി കയറി. പട്ടികളും ചില കുട്ടകളും ചില പെട്ടികൾ എന്നിവ ഒക്കെ വിഴുങ്ങി കണ്ടത് അശേഷവും ഉണ്ടിട്ടും പെത കൊണ്ടാ കൊണ്ടാ എന്ന് വിളിച്ചു. കൊണ്ടാ കൊണ്ടാ എന്ന് വിളിച്ചു. ഒന്ന് വേഗമാകട്ടെ. കൊണ്ടാ കൊണ്ടാ എന്ന് വിളിച്ചു. അനുമതിയിലോർത്തു. അനുമതി അനുമതി ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ്സിലുള്ള കൊച്ചമ്മ കണ്ടുകൊണ്ട് വരും. അനുമതി താനും ഒരാധി മുഴുത്തു. അനുമതിയിലോർത്തു. അനുമതി. കാര്യായ വൈശ്രവണൻ ശിവവൈശ്വരനെ ഡിന്നറിന് വിളിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു ചോദിക്കുന്നത്? ഒന്നും സംഭവിച്ചു. സംഹാരമൂർത്തിയായ ശിവമേശ്വരൻ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷ. എന്താടാ കയ്യില്? അയ്യോ, അങ്ങനെ ഞാൻ മറന്നുപോയി. ജീരവെള്ളം. ആ, ജീരവെള്ളമാണോ? എനിക്ക് ശാലം ജീരവെള്ളം വേണം. ഇതാ പുണ്ണി, പോയി കൊച്ചമ്മയ്ക്ക് നല്ല ചൂടുള്ള ജീരവെള്ളം കൊണ്ടോ. വേണ്ട വേണ്ട, എനിക്ക് ഇത് മതി. അയ്യോ കൊച്ചമ്മ. ആ, എന്താടാ? എനിക്കും ഭാനുവിനും ബ്രാൻഡിയുടെ മണം പോലും ഇഷ്ടമില്ലാന്ന് ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെയാണത്. ഉരുളിയൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളെടുത്ത് ബ്രാൻഡി കുടിക്കരുത് ഡോക്ടർ പറഞ്ഞിട്ടില്ല. എന്നാ ബിസ്കി കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയില്ലേ പറയുന്നത്? ഭാനുമതി, ഞാൻ നിന്നോട് രഹസ്യം പറയാം. ഈ ഡോക്ടർമാര് പറയുന്നത് മുഴുവൻ നമ്മൾ അനുസരിക്കാൻ തുടങ്ങിയാൽ വെറുതെ നമ്മളവരുടെ ശത്രുക്കളാവും. ആകെ ഉള്ളതാ. സൂക്കേടിൽ പിന്നെ ഡോക്ടർമാരെന്തിനാ? ഡോക്ടർമാര് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കും. ഉടനെ സൂക്കേട് വരും. വീണ്ടും നമ്മൾ ചികിത്സിക്കും. പിന്നെ സൂക്കേട് വരും. പിന്നെ അനുസരിക്കാതിരിക്കും. രോഗം വരും. പിന്നെ നമ്മൾ ചികിത്സിപ്പിക്കും. അതാ അതിന്റെ ഒരു പോക്ക്. എന്നാലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താട്ടെ. അയ്യോ, നേരായിട്ട് തരാൻ വേണ്ടി പറയാണോ? അയ്യോ, ചതിച്ചോ ദൈവനമ്പുരാനെ. അല്ലേ, ഈ രാത്രി ഇവളെന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? പരിശോധിച്ച് രാത്രിയും പരിശോധിക്കാൻ തുടങ്ങി. എന്റെ പൊന്ന് ഭാനു, ഒന്ന് പതുക്കെ പറ. ഒന്നുമില്ല, ഒരു ലേഡി ഡോക്ടർ അല്ലേ. അവൾ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ പറ്റും. അയ്യോ അയ്യോ അയ്യോ, ലേഡി ഡോക്ടറൊന്നുമല്ല. എനിക്ക് കഴിക്കാം. അച്ഛന് മനസ്സിലായോ? അയ്യോ, ഇത് നമ്മുടെ സേതുവല്ലേ? അപ്പൊ അച്ഛൻ മറന്നിട്ടില്ല. ഒരു ദിവസം വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് പോയതാണ്. അതോടെ പഠിത്തം നിന്നു. ഇപ്പോ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. നീ
ഇപ്പോഴും എം എക്ക് പഠിച്ചോണ്ട് നടക്കുന്നു. മണ്ടൻ മരമണ്ടൻ. ഇവനെ കൂടെ ഇവിടെ താമസിപ്പിച്ചോട്ടെ അച്ഛാ. പിന്നെന്താ, 100 പേർക്ക് താമസിക്കാനുള്ള ഇടം ഈ വീട്ടിലില്ലേ? ചുമ്മാ താമസിച്ചോട്ടെ. ശ്രീരാമ ലക്ഷ്മണന്മാരെ പോലെ പ്രസവിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രസവിക്കണം. വേ അല്ല, ഭാനുവിന് ഇത് തോന്നുന്നു. ഓ, തോന്നുന്നതൊക്കെ പറയാനൊക്കൂ. ഞാൻ രണ്ടാനമ്മയായി പോയി. അതിലർത്ഥമൊന്നുമില്ല. വിചാരിച്ചാൽ ഇനി ഒന്നുകൂടെ പ്രസവിക്കാവേ. ഞാൻ അതല്ല പറയുന്നത്. സേതു ജഗദീശന്റെ കൂട്ടുകാരനാണ്. അതിന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്നുണ്ടോ? അതെ, കൂട്ടുകാരും ജോലി അന്വേഷിച്ച് നടക്കുന്നവരും പലരും കാണും. അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാമെന്ന് വെച്ചാൽ അല്ല, പറഞ്ഞ പോലെ ശരിയാണല്ലോ. പഴയ പോകുന്നവരൊക്കെ കയറി ഇവിടെ താമസിപ്പിക്കുന്നത് സത്രമാണോ? നിങ്ങളുടെ നേരത്തെ പറയാത്ത വിട്ടുകൾ രണ്ടാനമ്മ പറഞ്ഞ കുറ്റമല്ലേ? ആ വേലക്കാരൻ പറഞ്ഞ തെറ്റ്.